ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ അമ്മയാ. കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ നമുക്കൊന്നും ഒരു വിലയുമില്ല. പിന്നെ പിരിയേണ്ടി വന്ന ആദ്യം പിരിഞ്ഞിട്ട് നിത്യ ജീവിക്കുന്നില്ലേ? കുഞ്ഞിന്റെ അച്ഛൻ വേറെയാ, അമ്മ വീണ തന്നെ. സോ നിങ്ങൾ 3 പേരിൽ ഒരാൾക്ക് കുഞ്ഞിലെ അവകാശം ഉണ്ടെങ്കിൽ അത് വീണയ്ക്ക് മാത്രം. നാളെ രാവിലെ ഒരു 11 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. ഓക്കെ? സാറേ, അതെ, ഞാൻ ഉച്ച എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാറ് ദയവായിട്ട് ക്ഷമിക്കണം. സാറേ, അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ. കുഞ്ഞിനെ അവള് പ്രസവിച്ചതാ. പക്ഷെ ആ നിമിഷം മുതല് അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ആ കുഞ്ഞിനെ. എന്തിന്? ഒരു പാല് പോലും കൊടുത്തിട്ടില്ല. കുപ്പിപ്പാലും കൈ കൊടുത്തിട്ട് അതിനെ നെഞ്ചിലേറ്റി നടന്നതും അവളെ ഓർക്കിയതൊക്കെ ഈ നിൽക്കുന്ന ഇവനാ. ആ ശരി, നമുക്ക് നാളെ സംസാരിക്കാം. ശരി സാറേ. ഓ, ഈ നശിച്ചവളെ കൊണ്ട് ആദ്യം പോയ പോലെ ഞാനും പോകണ്ട വരും അച്ഛാ. ഏയ്, എന്തിന്? നാളെ അവരങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് സംസാരിക്കാൻ വേണ്ടിട്ടാ, വേറൊന്നിനുമല്ല. മക്കളെ, അതെ, അപ്പൂപ്പനും അച്ഛനും ജീവനോടെ ഇരിക്കുമ്പോഴേ മോളെ ഞങ്ങളിങ്ങനെ വിട്ടുകൊടുക്കുവാടാ. കേട്ടോ? എനിക്ക് അച്ഛന്റെ കൂടെ നിന്നാ മതി. ആ, എനിക്ക് എന്റെ അച്ഛനെ മതി. നിന്റെ അമ്മ വാശി തീർക്കട്ടെ. നാളെ നമ്മൾ പോകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. എടാ, വെറുതെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ നമുക്കെന്തെങ്കിലും മാർഗം ഉണ്ടാവും. നീ ആ കുഞ്ഞിനെ കൊണ്ട് അകത്തോട്ട് ചെല്ലേ. പോ. വാ. എന്താ മാർഗം? അമ്മാവൻ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താ മാർഗമെന്ന് എനിക്കും അറിയില്ല. നാളെ പോലീസ് സ്റ്റേഷനിൽ വീണ് ജയിച്ച കല്യാണി അവള് കൊണ്ടുപോകും. വിട്ടുകൊടുക്കാൻ ഹരിക്ക് പറ്റുമോ? ജ്യോതി എങ്ങനെയാ തന്നെ തോൽപ്പിച്ചത്? പ്രസവിച്ചതിന്റെ അവകാശം പറഞ്ഞല്ലേ. എഴുത്തിലും വായനയിലും ഒക്കെ പ്രസവിച്ചതിന് വലിയ വിലയാ. അവിടെ ജ്യോതി അമ്മയാ, വീണ അമ്മയാ. കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ നമുക്കൊന്നും ഒരു വിലയുമില്ല. പിന്നെ പിരിയേണ്ടി വന്ന ആദ്യം പിരിഞ്ഞിട്ട് നിത്യ ജീവിക്കുന്നില്ലേ? ഞാനും എങ്ങനെയെങ്കിലും ജീവിക്കും. ഹരി, തനിക്കും എനിക്ക് സംഭവിച്ചത് ഒരേ കാര്യമാണ്.
കൺമുന്നിൽ ഒരു കുഞ്ഞു കിടന്ന് കരയും. അതിന്റെ അടുത്ത് എന്ന് വാരിയെടുത്തു, ഊട്ടി വലുതാക്കി കൂടെ കൊണ്ടു നടന്നു. എന്നിട്ട് ഒരു ദിവസം അവകാശം പറഞ്ഞ ആളെത്തുമ്പോ നമ്മളോടൊക്കെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ അവകാശമൊന്ന്? താൻ പൊയ്ക്കോ, ഞാനും പോവാ. ഹരി, ഹരിക്ക് കരയണമെങ്കിൽ കരഞ്ഞോളൂ. എന്റെ മുന്നിൽ നാണക്കേടൊന്നും തോന്നണ്ട. ആണുങ്ങൾ കരുത്തന്മാരല്ലേടോ, കാരിരുമ്പിന്റെ മനസ്സുമായിട്ട് നടക്കുന്നവര്. കരയാൻ പാടുണ്ടോ? ഇനിയിപ്പോ നാളെ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നത് വരെയുള്ളൂ സമയം. കല്യാണിയാണെങ്കിൽ 100 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനൊക്കെ മറുപടി പറയാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹരി, ഒരു പക്ഷെ അവളെ നോക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ, അവളെ സ്നേഹിക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു പോയനെ. പക്ഷെ ഇത് നമ്മൾ അവരെ കൈപിടിച്ച് ചേർത്ത് നടക്കുമ്പോ നമ്മൾ കരുതും അവർ അനാഥരാണെന്ന്. ശരിക്കും അനാഥര് നമ്മളാ, ആരുമില്ലാത്തവര്. ആദിമോനെ, മോനെന്താ കഴിച്ചു തുടങ്ങാത്തെ? അമ്മയെ പേടിയാണോ? അമ്മയുടെ ചക്കരക്കുട്ടനല്ലേ, പെട്ടെന്ന് കഴിച്ചു വലുതാവണ്ടേ നമുക്ക്? എന്നിട്ട് അച്ഛന്റെ ഒപ്പം വളർന്ന് അച്ഛന്റെ തോളെ കൈയിട്ട് അച്ഛനൊപ്പം നടക്കണ്ടേ? പെട്ടെന്ന് കഴിക്ക്. മോൻ ഇതൊക്കെ തന്നെയാണോ സ്ഥിരമായിട്ട് കഴിക്കാറ്? അവനങ്ങനെ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നും ഇല്ലമ്മേ. നിത്യാമ്മ തന്നാ ഞാനെന്തും കഴിക്കും. നിത്യാമ്മയൊന്നും ഇവിടെ ഇല്ല. മോൻ എന്താ ഇഷ്ടമെന്ന് വെച്ചാ ഒന്നുകിൽ ജ്യോതിയോട് പറ, അല്ലെങ്കിൽ അമ്മൂമ്മയോട് പറ. മധുര നൊമ്പരക്കാറ്റ്